കൊച്ചിയിലെ കുസാറ്റിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ദുബായിൽ വെച്ച് നടത്തിയ അലുമിനിയിൽ പാകിസ്ഥാനിലെ 2 ക്രിക്കറ്റ് പ്ലെയേഴ്സ് പങ്കെടുത്തു എന്ന വാർത്തയാണ് വരുന്നത്. പാകിസ്ഥാനിലെ ക്രിക്കറ്റിലെ ഓൾറൗണ്ടറായ ഷാഹിദ് അഫ്രീദിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബൗളർ ഉമർ ഗുല്ലും കുസാറ്റിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ യോഗത്തിൽ പങ്കെടുത്തു എന്ന വാർത്തയാണ് വരുന്നത്. അഫ്രീദി പാകിസ്ഥാനിലെ ക്രിക്കറ്റർ വിരമിച്ച ശേഷം പഹൽഗാമിലെ ഭീകരാക്രമണത്തെ നമ്മൾ സഹോദരങ്ങൾ 26 പേരും മരിച്ചതിനെ പറ്റി വിമർശിച്ച് ഇന്ത്യക്കെതിരായി സംസാരിച്ച വ്യക്തിയാണ്. അഫ്രീദി ഒരു പ്രാവശ്യമല്ല സംസാരിച്ചത് ഇന്ത്യക്കെതിരായിട്ട്. പഹൽഗാമിനെതിരെയും ഇന്ത്യക്കെതിരെയും പല പ്രാവശ്യം അഫ്രീദി മീഡിയയിൽ വന്നു. ഇന്ത്യക്കെതിരെ ഭർഷിച്ചു, ഇന്ത്യക്കെതിരെ മോശമായ പ്രകടനം നടത്തിയത് എല്ലാവരെയും ക്രിക്കറ്റ് ലോകത്തിലുള്ളവരെയും വേദനപ്പെടുത്തുകയുണ്ടായി. പാക് ബൗളറും ഉമർ ഗുല്ലും ഈ ദുബായിലെ കുസാറ്റിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ദുബായിൽ നടത്തിയ അലുമിനിയിലെ ഭാരവാഹികൾ അവരിത് നിഷേധിച്ചു. തങ്ങൾ അവരെ രണ്ടുപേരെയും വിളിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ തന്നെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഒരു യോഗം നടത്തിയിരുന്നു. ഇവരുടെ മെയിൻ ഹാളിൽ പാക് അസോസിയേഷൻ്റെ ഹാളാണ്. അവിടെ 3-4 ഹാളുണ്ട്, വലിയ ഹാളാണ്. അതിലൊരു ഹാളാണ് കുസാറ്റ് ബിടെക്കിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു അലുമിനിയം നടത്തിയത്. ദുബായി ജോലി ചെയ്യുന്നവരെല്ലാവരും ഇവിടുന്ന് ആൾക്കാർ പോയിട്ടുണ്ടാവണം. അവിടെ ആ യോഗം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അതിനടുത്ത ഹാളിലുണ്ടായിരുന്ന അഫ്രീദിയും അതുപോലെ തന്നെ ഉമർ ഗുല്ലും ഈ യോഗത്തിൽ കയറി വന്നു, പങ്കെടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഭാരവാഹികളാരും ഇവരെ ക്ഷണിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. അവർ വന്ന് വലിഞ്ഞു കയറി. അത് തടയാനായിട്ട് ഇന്ത്യയിലെ പോലെയുള്ള സ്ഥലത്ത് ഈ കുസാറ്റിലെ അവർക്ക് പറ്റുമോ എന്നറിയില്ല. കാരണം ഇത് ദുബായിലാണ്, വേറൊരു രാജ്യമാണ്, മുസ്ലിം കൺട്രിയാണ്. അതുകൊണ്ട് ഈ പറയുന്ന വിദ്യാർത്ഥികൾക്കൊന്നും അവിടെ സ്വതന്ത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാനോ അത് തടയാനോ കഴിയില്ല. അതുകൊണ്ട് അവർ പറയണത് ഞങ്ങൾ വിളിച്ചിട്ടില്ല, ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിലെ ABVP പ്രവർത്തകർ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കുസാറ്റിലെ അവിടെ ദുബായി ജോലി ചെയ്യുന്ന അവരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കണം എന്നാണ് അവരുടെ ആവശ്യം. കാരണം അത് ഇന്ത്യക്കെതിരായിട്ട് സംസാരിച്ച പാക് ക്രിക്കറ്റ് താരം അയാളെ അവിടെ സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപമാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ BJPയുടെ നേതാവ് കെ സുരേന്ദ്രൻ അടക്കം ആൾക്കാർ ഇതേപ്പറ്റി പരാതി കൊടുത്തു കഴിഞ്ഞു. ആ കാര്യം ഇതേപ്പറ്റി ഒരു നടപടി വേണം. ഇമ്മീഡിയറ്റായിട്ട് അവിടെ പങ്കെടുത്തവരുടെ എല്ലാവരെയും ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് റദ്ദാക്കി അവരെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരണം. അവരെ ശിക്ഷിക്കണം, അവർക്കെതിരെ നടപടിയെടുക്കണം. അതിൻ്റെ പ്രാരംഭമായിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നാണ് ആ BJPയുടെ കേരളത്തിലെ നേതാക്കന്മാർ പറയുന്നത്. ABVPക്കാർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. മലയാളികളായ അല്ലെങ്കിൽ കുസാറ്റിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ദുബായ് വെച്ചുണ്ടായ അവരുടെ അലുമിനിയം അസോസിയേഷനിൽ ഇവരെ എങ്ങനെ പങ്കെടുപ്പിച്ചു, ഇവരെങ്ങനെ അവിടെ വന്നു, അതേപ്പറ്റി ഒരു അന്വേഷണം നടത്തണം. അതിൻ്റെ ഭാരവാഹികൾ അത് നിഷേധിച്ചെങ്കിലും ഇന്ത്യക്ക് അത് മറക്കാൻ കഴിയില്ല. കാരണം പഹൽഗാമിനെതിരായിട്ടും ഇന്ത്യയുടെ സഹോദരങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയപ്പം ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയും ഭീകരാക്രമണത്തെ ന്യായീകരിക്കുകയും ഇന്ത്യയെ പത്സിക്കുകയും ചെയ്ത 2 താരങ്ങളാണ് അഫ്രീദിയും അതുപോലെ തന്നെ ഉമർ ഗുല്ലും. ഉമർ ഗുല്ലു പേസ് ബൗളറാണെന്നറിയാം. അദ്ദേഹത്തിൻ്റെ കളികളൊക്കെ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെല്ലാം കണ്ടിട്ടുള്ള ആളാണ്. അഫ്രീദി പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഓൾറൗണ്ടറാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്. പക്ഷേ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയും പ്രത്യേകിച്ച് ലോകത്തിലെ ഇപ്പോൾ ഏറ്റവും ക്രിക്കറ്റിൽ സാമ്പത്തികമായി സമ്പന്നമായതും
ലോകം മുഴുവൻ ക്രിക്കറ്റ് ഇത്രയും വിപുലമായ രീതിയിൽ കൊണ്ടാടാനും ആഘോഷിക്കാനും കാരണം ഇന്ത്യ തന്നെയാണ്. അതെല്ലാവരും മറക്കരുത്. കാരണം അങ്ങനെയുള്ള ചാൻസ് കിട്ടിയ, അങ്ങനെ ഇന്ത്യയിൽ വന്ന് കളിക്കാനായിട്ടും ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇന്ത്യക്കെതിരെ കളിക്കാനും, പ്രത്യേകിച്ച് ദുബായ്, അബുദാബി ഏരിയയിലൊക്കെ കളിക്കാനും അവർക്ക് അത്ര പേരും പെരുമയൊക്കെ ഉണ്ടാക്കാനും കാരണക്കാരായ ഇന്ത്യ തന്നെയാണ്. ആ ഇന്ത്യയാണ് ഇവർ പത്സിക്കാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണത്തെ ന്യായീകരിക്കാനും ശ്രമിച്ചു. അതുകൊണ്ട് അതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനുമുള്ള കളികൾ പലതും നമ്മൾ മാറ്റി. ആ ക്രിക്കറ്റ് കളികൾ ഇനി നടക്കില്ല. അത് മനസ്സിലാക്കിയ ശേഷമായിരിക്കണം അഫ്രീദി ഈ രീതിയിൽ ഇന്ത്യയെ പത്സിച്ചത്. നമുക്കത് അംഗീകരിക്കാനും ക്ഷമിക്കാനും കഴിയില്ല. ABVPയുടെ അവരുടെ പരാതി ന്യായമാണ്. അതിന് നടപടി ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇന്ത്യക്കാരായ ഈ കുസാറ്റിലെ വിദ്യാർത്ഥികൾ ഒരിക്കലും ഇവരെ അഭിപ്രായത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഹാളിൽ ഇവർ വന്നു ചേർന്ന സാഹചര്യം എന്താണെന്നൊരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അത് കണ്ടെത്താൻ കഴിയുള്ളൂ. ഇവരെ വിളിക്കാതെ വന്ന അതിഥികളാണോ, ഇവരവിടെ വന്നു കയറിയതാണോ, അതോ ഇവരെ ഫോർമലായിട്ടെങ്കിലും വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ അംഗങ്ങളിൽ ആരെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, അതൊക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശത്രു രാജ്യത്തെ ഉള്ള വ്യക്തികളെ, നമ്മുടെ കുട്ടികളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യക്കെതിരായിട്ട് അതിശക്തമായി പത്സിച്ച ഒരു വ്യക്തിയെ അവരോട് സഹകരിക്കുക, അവരെ ആദരിക്കുന്ന ചടങ്ങുകൾ, അവരെ നമ്മുടെ ഒരു മീറ്റിങ്ങിൽ വിളിക്കുക, ക്ഷണിക്കുക, ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും അതിശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്.